ഹായ്, ഞാനിന്നിവിടെ പറയുന്നത് പ്രിൻസസ് ഡയനയെക്കുറിച്ചാണ്. ആരായിരുന്നു ഡയന? രാജകുടുംബത്തിൽ ജനിച്ചതല്ല എങ്കിലും ഡയന വെയിൽസ് രാജകുമാരി എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷ് രാജകുടുംബവുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു പ്രഭു കുടുംബത്തിലെ അംഗമായിരുന്ന ജോൺ സ്പെൻസറിൻ്റെയും ഫ്രാൻസിസിൻ്റെയും 4 മക്കളിൽ മൂന്നാമത്തെ കുട്ടിയാണ് ഡയന. ഫ്രാൻസിസിൻ്റെയും ജോണിൻ്റെയും വിവാഹത്തിന് ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന എലിസബത്ത് നേരിട്ടെത്തിയിരുന്നു. അത്രയ്ക്ക് കൊട്ടാരവുമായി അടുത്ത ബന്ധമായിരുന്നു ഡയനയുടെ ഫാമിലിക്ക്. വിവാഹശേഷം ഡയനയുടെ പാരൻസ് രാജകൊട്ടാരത്തിന്റെ ഉടമസ്ഥതയിലുള്ള സാൻഡ്രിനം എസ്റ്റേറ്റിലായിരുന്നു. അവിടെ എലിസബത്ത് രാജ്ഞിയുടെ ഉടമസ്ഥതയിലുള്ള പാർക്ക് ഹൗസ് എന്ന ബംഗ്ലാവ് അവർ വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങി. 1961 ജൂലൈ 1-ാം തീയതിയായിരുന്നു ഡയന ജനിച്ചത്. കുട്ടിക്കാലത്ത് അതീവ സുന്ദരിയായിരുന്നു ഡയന. എന്നാലും മാതാപിതാക്കൾ ഡയനയെയും മറ്റ് സഹോദരങ്ങളെയും വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല. മൂത്ത 2 സഹോദരിമാർ ഹോസ്റ്റലിൽ നിന്നായിരുന്നു പഠിച്ചത്. ഡയനയ്ക്ക് ഇളയത് ഒരു സഹോദരനായിരുന്നു. ഡയനയുടെ പാരൻസ് എപ്പോഴും തമ്മിൽ വഴക്കിടുകയും തല്ലുകൂടുകയും ചെയ്യുന്നത് കുഞ്ഞു ഡയന പലതവണ കണ്ടിരുന്നു. എന്തിനാണ് പാരൻസ് വഴക്കിടുന്നതെന്നോ പിതാവ് എന്തിനാണ് മാതാവിനെ സ്ഥിരമായി തല്ലുന്നതെന്നോ കുഞ്ഞു ഡയനയ്ക്ക് മനസ്സിലായില്ലായിരുന്നു. ഒടുവിൽ ഡയനയുടെ മാതാവായ ഫ്രാൻസിസ് കുട്ടികളെ ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങി പോവുകയും കുട്ടികൾ അച്ഛൻ്റെ സംരക്ഷണയിൽ വളരുകയും ചെയ്തു. കാലക്രമേണ കോടതി വഴി മാതാപിതാക്കൾ വേർപിരിഞ്ഞു. 2 ദിവസം അച്ഛനോടും 2 ദിവസം അമ്മയോടും ഒപ്പം കുട്ടികൾ വളർന്നു. ഈ സമയമൊക്കെ കടുത്ത മാനസിക വിഷമം ഡയന അനുഭവിച്ചിട്ടുണ്ട്. തൻ്റെ ഇളയ സഹോദരൻ ചാൾസിനെ തൻ്റെ അമ്മ നോക്കും പോലെ ശ്രദ്ധാപൂർവം ഡയന നോക്കിയിരുന്നു. ചേച്ചികൾ വല്ലപ്പോഴും മാത്രമേ വീട്ടിലേക്ക് എത്താറുള്ളായിരുന്നു. എലിസബത്ത് രാജ്ഞിയുടെ നിർദ്ദേശപ്രകാരമാണ് ഡയനയെ വിവാഹം കഴിക്കാൻ രാജ്ഞിയുടെ മകൻ ചാൾസ് തീരുമാനിച്ചത്. ഒരുപാട് പ്രണയിനികൾ ചാൾസിന് ഉണ്ടായിരുന്നുവെങ്കിലും കാമില പാർക്കറെയായിരുന്നു ചാൾസ് ആത്മാർത്ഥമായി സ്നേഹിച്ചത്. ഇടയ്ക്ക് ഡയനയുടെ സഹോദരി സാറയെയും ചാൾസ് പ്രണയിച്ചിരുന്നു. മറ്റൊരാളുമായി വിവാഹം ഉറപ്പിച്ച ശേഷമാണ് കാമില ചാൾസിനെ സ്നേഹിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ടും കാമില ചാൾസിനെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. ഈ പ്രണയം എലിസബത്ത് രാജ്ഞി എതിർത്തിട്ടും ഫലമുണ്ടായില്ലെന്ന് മാത്രമല്ല, ചാൾസും ഡയനയും വിവാഹം കഴിച്ചതിന് ശേഷവും ചാൾസും കാമിലയും ഈ ബന്ധം തുടർന്നുകൊണ്ടേയിരുന്നു. ചാൾസും ഡയനയും തമ്മിലുള്ള വിവാഹത്തിന് മുമ്പ് കൊട്ടാരത്തിലുള്ളവരെ പരിചയപ്പെടുത്തി കൊടുക്കാനായി എലിസബത്ത് ഡയനയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. കൊട്ടാരത്തിന് ഇണങ്ങുന്ന രീതിയിലുള്ള പെരുമാറ്റവും കുതിരപ്പുറത്ത് കയറിയിരിക്കാനും നായാട്ടിനും മറ്റെല്ലാ കഴിവുകളും ഡയനയ്ക്ക് ഉണ്ടായിരുന്നത് എലിസബത്തിനെ വളരെയധികം ആകർഷിച്ചു. ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ വച്ച് അവരുടെ വിവാഹം ഔദ്യോഗികമായി വെളിപ്പെടുത്തി. വിവാഹം ഉറപ്പിച്ചതോടെ നഴ്സറി സ്കൂളിലെ ജോലി ഡയന ഉപേക്ഷിച്ചു. അങ്ങനെ തൻ്റെ 19-ാം വയസ്സിൽ ജൂലൈ 29, 1981 ഡയനയും ചാൾസും വിവാഹിതരായി. വിവാഹം കഴിക്കുമ്പോൾ ഡയനയ്ക്ക് 19 വയസ്സും ചാൾസിന് 32 വയസ്സും ഉണ്ടായിരുന്നു. ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ വച്ച് വളരെ ആർഭാടമായി നടത്തിയ വിവാഹം കോടിക്കണക്കിന് ജനങ്ങളാണ് നേരിട്ടും ടെലിവിഷനിലൂടെയും കണ്ടത്. വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം 1982 വില്യം എന്ന പുത്രൻ അവർക്ക് ജനിച്ചു. 2 വർഷത്തിന് ശേഷം ഹാരി എന്ന മകനും കൂടി അവർക്ക് ജനിച്ചു. വിവാഹശേഷം തികച്ചും ഏകാന്തവാസത്തിലായിരുന്നു ഡയന. ചാൾസും കാമിലയും തമ്മിലുള്ള ബന്ധം തുടർന്നുകൊണ്ടേയിരുന്നു. പലപ്പോഴും ഒറ്റപ്പെടലിന്റെ വേദനയാൽ മനസ്സ് തകർന്ന് കൊട്ടാരം വിറ്റ് ഓടിപ്പോകണമെന്ന് വരെ ഡയന ചിന്തിച്ചിരുന്നു. ചാൾസിന്റെ വഴിവിട്ട ബന്ധം ഡയനയെ തികച്ചും അസ്വാരസ്യപ്പെടുത്തുകയും അത്രത്തോളം വേദനിപ്പിക്കുകയും ചെയ്തിരുന്നു. എലിസബത്ത് രാജ്ഞിയോട് പരാതികൾ പറഞ്ഞുവെങ്കിലും പ്രശ്നപരിഹാരം കണ്ടെത്താൻ രാജ്ഞിക്കും സാധിച്ചില്ല. 1992 സെപ്റ്റംബർ മാസം മുതൽ ഡയനയും ചാൾസും സെപ്പറേറ്റഡായി താമസം ആരംഭിച്ചു. 1996 ഓഗസ്റ്റ് 28 ചാൾസും ഡയാനയും നിയമപരമായി വേർപിരിഞ്ഞു. നിലപാടുകളുടെ രാജകുമാരി എന്ന പേരും കൂടി ഡയനയ്ക്ക് ഉണ്ടായിരുന്നു. കൊട്ടാരത്തിൽ പ്രസവ ശുശ്രൂഷകൾക്ക് അവസരം ഉണ്ടായിട്ടും ഹോസ്പിറ്റലിൽ തന്നെ പ്രസവിക്കണമെന്ന് വാശി പിടിച്ച വ്യക്തിയായിരുന്നു ഡയന. രാജകുമാരി എന്ന തൻ്റെ ഉത്തരവാദിത്തം ഭംഗിയായി അവർ നിറവേറ്റിയിരുന്നു. പക്ഷേ ചാൾസിന്റെ വഴിവിട്ട ബന്ധങ്ങൾ ഡയനയെ എപ്പോഴും തളർത്തിക്കൊണ്ടേയിരുന്നു. പട്ടുമെത്തയിൽ മാത്രം കിടന്ന് ശീലിക്കേണ്ട, ജനജീവിതത്തിന്റെ സ്പന്ദനങ്ങൾ കൂടി അറിഞ്ഞു വളരണം എന്ന് ഡയനയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. ക്യാൻസർ രോഗികൾക്കായും എയ്ഡ്സ് രോഗികൾക്കായും ചാരിറ്റി പ്രവർത്തനങ്ങൾ അവർ തുടർന്നുകൊണ്ടേയിരുന്നു. മദർ തെരേസയോടൊപ്പവും അവർ പ്രവർത്തിച്ചിരുന്നു. ബാഹ്യ സൗന്ദര്യം മാത്രമല്ല, തൻ്റെ ഉള്ളിൽ സൗന്ദര്യമുണ്ടെന്ന് പലതവണ തെളിയിച്ച വ്യക്തിയായിരുന്നു ഡയാന. ചാൾസുമായി പിരിഞ്ഞതോടെ ഡയനയ്ക്ക് തന്റെ രാജപദവി നഷ്ടമായി. എലിസബത്ത് പലതവണ അത് തിരികെ നൽകാമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും ചാൾസ് അത് കൊടുക്കാൻ സമ്മതിച്ചിരുന്നില്ല. കൊട്ടാരം വിട്ട് ഇറങ്ങിയപ്പോഴും തന്റെ ചാരിറ്റബിൾ പ്രവർത്തനം അവർ തുടർന്നുകൊണ്ടേയിരുന്നു.
വിവാഹശേഷം 2 ബന്ധങ്ങളാണ് ഡയാനയ്ക്ക് ഉണ്ടായിരുന്നത്. ഒന്ന് UK പൗരനായ ഒരു പാകിസ്ഥാനി ഡോക്ടറായിരുന്നു. മറ്റൊന്ന് ഡയാനയോടൊപ്പം മരണം പോകിയ ഈജിപ്ഷ്യൻ വ്യവസായി ദോദി അൽഫയദുമായിട്ടുമായിരുന്നു. പാകിസ്ഥാനിയെപ്പറ്റി ഡയാന ഇങ്ങനെ വിശേഷിപ്പിച്ചിരുന്നു: സുന്ദരമായ പ്രണയം, വണ്ടർഫുൾ മാൻ എന്നൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ഡയാന പറഞ്ഞിരുന്നു. 1997 ഓഗസ്റ്റ് 31 ദോദി ഫയദിനോടൊപ്പം കാറിൽ സഞ്ചരിക്കവേ മാധ്യമപ്പടകൾ തങ്ങളെ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കി അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വേളയിൽ ആക്സിഡന്റിൽ കൊല്ലപ്പെടുകയായിരുന്നു ഡയനയും ഒപ്പമുണ്ടായിരുന്ന ദോദി അൽഫയദും. മരണം സ്വാഭാവികമാണെന്ന് ചിലർ പറയുന്നു, അസ്വാഭാവികമാണെന്ന് ചിലർ പറയുന്നു. മരണസമയം ദോദി അൽഫയദിൽ നിന്നും ഡയന ഗർഭിണിയായിരുന്നു എന്നും കൊട്ടാരത്തിലുള്ളവർ തന്നെ ആ കാരണത്താൽ അവരെ കൊലപ്പെടുത്തിയതാണെന്നും പറയപ്പെടുന്നു.